കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് അങ്ങനെ ചിറകുകൾ വെച്ച് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിന്റെ സാൻ ഫെർണാണ്ടോ എന്ന ചരക്കു കപ്പലിന് വിഴിഞ്ഞത്ത് വാട്ടർ സല്യൂട്ട് നൽകിയായിരുന്നു സ്വീകരണം. നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. രാവിലെ 7:30യോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്നും പുറപ്പെട്ടിരുന്നു. കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടഗ് ബോട്ടുകൾക്കൊപ്പമാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. തുറമുഖത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ടഗിലുണ്ടായിരുന്നു. ചൈനയിലെ സിയാമിൽ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് 8 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് എത്തിയത്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് സ്വീകരിച്ചത്. ചെണ്ടകൊട്ടിയും ദേശീയ പതാക വീശിയും പ്രദേശവാസികളും കപ്പലിനെ സ്വീകരിച്ചു. കപ്പലിലെ 22 അംഗ സാങ്കേതിക വിദഗ്ധർ അടക്കമുള്ള സംഘത്തെ 5 പേർ ഇന്ത്യക്കാരാണ്. ഒരു മലയാളിയുമുണ്ട്. 2000-ലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. കപ്പലിന്റെ ബർത്തിങ്ങിന് ശേഷം ഇമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസ് പൂർത്തിയാക്കി. പബ്ലിക് ഹെൽത്ത് ഓഫീസർ മെഡിക്കൽ ക്ലിയറൻസ് നൽകിയ ശേഷം കണ്ടെയ്നറുകൾ ക്രെയിനുകൾ വഴി ഇറക്കി തുടങ്ങി. ഇന്ത്യയിലെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനാകാത്ത 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് സംവിധാനം വഴി ചരക്കിറക്കാനും കയറ്റാനും കഴിയും. നാളെ രാവിലെ 10 മണിക്ക് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്കു കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. പൂർണ്ണതോതിൽ ചരക്കു നീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റൺ സെപ്റ്റംബർ വരെ തുടരും. 3 മാസത്തിനുള്ളിൽ തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. അങ്ങനെ വിഴിഞ്ഞത്ത് ഇന്ന് ആദ്യ ചരക്ക് കപ്പൽ അടുത്തപ്പോൾ വലിയൊരു ചരിത്രമാണ് തിരയടിച്ചെത്തിയത്. 1000 രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന വിഴിഞ്ഞം പ്രകൃതിദത്തമായ ഏറ്റവും ആഴം കൂടിയ തുറമുഖം കൂടിയാണ്. വിഴിഞ്ഞത്തിന്റെ ആ ചരിത്രത്തിലേക്ക് 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ 1000 രാജവംശത്തിന്റെ കീഴിലായിരുന്നു തെക്കൻ കേരളത്തിലെ സുപ്രധാന തുറമുഖമായിരുന്ന വിഴിഞ്ഞം. ആ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്ന തുറമുഖം പിന്നീട് ചോളന്മാരുടെ ആക്രമണത്തിൽ തകരുകയായിരുന്നു. ഡച്ചുകാരാണ് ചരക്കുകൾ സൂക്ഷിക്കാൻ ഇവിടെ ആദ്യത്തെ പാണ്ഡികശാല കെട്ടിയത്. തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ നിരവധി നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചു. 1991 ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖ നീക്കമാണ് 3 പതിറ്റാണ്ടിന് ശേഷം യാഥാർത്ഥ്യമാകുന്നത്. 2006 സെപ്റ്റംബർ 18 വിഴിഞ്ഞം പദ്ധതിയുടെ കേന്ദ്ര അനുമതിക്കായി VS അച്യുതാനന്ദൻ സർക്കാരിന്റെ ആദ്യ ഫയൽ നീക്കം. 2009 നവംബർ 13 പദ്ധതി പഠനത്തിനായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിക്കുന്നു. 2013 ഏപ്രിൽ 19 വിഴിഞ്ഞം പദ്ധതിക്കായി LDF മനുഷ്യച്ചങ്ങല. 2015 ഓഗസ്റ്റ് 17 അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാർ. 2015 ഡിസംബർ 1 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. 2018 സെപ്റ്റംബർ 1 നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള ആദ്യ കാലാവധി. പിന്നീട് പലവട്ടം കരാർ കാലാവധി നീട്ടി. 2023 ഒക്ടോബർ 15 അത്യാധുനിക ക്രെയിനുകൾ വഹിച്ചുള്ള ആദ്യ കപ്പൽ ഷെൻഹുവ വിഴിഞ്ഞം തുറമുഖത്ത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യ ട്രയൽ റണ്ണാണ് ഇനി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക. അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് ജൂലൈ 12 നങ്കൂരമിടും. കേരളത്തിന്റെ വ്യാവസായിക വാണിജ്യ വികസനത്തിന്റെ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മദർഷിപ്പിനെ സ്വീകരിക്കുവാൻ സജ്ജമായി കഴിഞ്ഞു. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.